മഹാദേവൻ എന്നൊരാളിന് വന്നിരിക്കുന്ന ലെറ്ററാണ്. അഡ്രസ് ഇന്ദ്രപ്രസ്ഥം. അയച്ചതാരാണെന്ന് മനസ്സിലായോ? ശുഭ എന്നാണ് ഒരു സാധ്യത പറഞ്ഞത്. പാലക്കാട് ഭാഗത്ത് ഒരു ഗ്രാമത്തിൽ നിന്നാണ് അയച്ചിട്ടുള്ളത്. കമ്പിളിച്ചുങ്ക എന്നാവാനാണ് സാധ്യത എന്ന് പറഞ്ഞത്. ഇതേ ഈ മാഞ്ഞുപോയ അക്ഷരങ്ങൾ ഓരോ സാധ്യത വെച്ച് നോക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒന്നിനും ഒരു ഉറപ്പ് പറയാത്തത്. മനസ്സിലായി. കുട്ടേട്ടൻ ഒരു സഹായം കൂടി ചെയ്യണം. എന്താ മോളെ? ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞപ്പോ ഇത്രയ്ക്ക് നല്ലതാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനൊരു കാര്യം ആഗ്രഹിച്ച അത് നടത്തി തരാൻ ഞാൻ ശ്രമിക്കണ്ടേ? അതല്ലേ ഫ്രണ്ട്ഷിപ്പ്. ദുർഗ ദുർഗ ദുർഗ. ആദ്യ കാഴ്ച തന്നെ മനസ്സിലൊരു മിന്നൽ പോലെ അവള് തിളങ്ങിയത്. ഇത്ര പെട്ടെന്ന് കൈ വരുമെന്ന് കരുതിയില്ല. ഇതൊരു ചാൻസ് ആണ് നരി. സ്കൂൾ ഫംഗ്ഷൻ നടക്കുന്ന ബഹളത്തിനിടയിൽ നമുക്ക് അവളെ പൊക്കാം. കുറച്ച് ചവിട്ടും കുത്തും ഒക്കെ ഉണ്ടാവും. അതൊക്കെ വേണമല്ലോ, എങ്കിലല്ലേ മാസാവും. നമുക്ക് തകർക്കാവുന്നേ. പിന്നെന്താ? പോവാ മഹേട്ട. തനിക്കെന്താ ചെവി കേട്ടൂടെ? താനെന്താ എന്നെ വിളിച്ചേ? മഹേട്ടാന്ന്. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ഇനി അങ്ങനെ തന്നെ വിളിച്ചാ മതി. എന്നാലേ എനിക്ക് അങ്ങനെ തന്നെ വിളിക്കാൻ ഇഷ്ടമല്ല. ഡ്രൈവർ പയ്യൻ, അതാ തനിക്ക് നല്ലത്. ഈ ഡ്രസ്സിൽ താൻ എന്തൊരു സുന്ദരിയാണോ. എന്താ കുറച്ച് കുറയ്ക്കണോ? ഞാൻ ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ടും താൻ എന്താ ഒരു താങ്ക്സ് പോലും പറയാത്തെ? എന്തിന്? ഞാനൊരു സുന്ദരിയാണെന്ന് താൻ പറയാതെ തന്നെ എനിക്കറിയാം. എന്നെ കുറിച്ച് നല്ല ധാരണ എനിക്കുണ്ട്. പിന്നെന്തിനാ താങ്ക്സ് പറയുന്നത്? ഈ സൗന്ദര്യ അഹങ്കാരം ഒരുമിച്ച് വന്നാലേ വലിയ കുഴപ്പാ. ആ കുഴപ്പാണ് തനിക്ക്. ആ കുഴപ്പം ഞാൻ അങ്ങ് സഹിച്ചു. കെട്ടിക്കൊണ്ടു പോകുന്നവന്റെ ഒരു അവസ്ഥ എന്റെ അമ്മോ. അത് അവ സഹിച്ചോളൂ. അല്ല, വെറുതെ ഒരു കൗതുകത്തിനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ ചോദിക്കേ. തന്നെ കെട്ടുന്ന ആളെ കുറിച്ച് തന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാ? സൗന്ദര്യം, സ്വഭാവം, അതൊക്കെ ഒന്ന് പറ, കേക്കട്ടെ. അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. മദ്യപാനം, പുകവലി ഒന്നും ഉണ്ടാവരുത്. അതൊക്കെ ബാക്കി. പിന്നെ കാണാൻ എങ്ങനെ ഇരിക്കണോന്ന് ചോദിച്ചാ പറഞ്ഞോ ഇങ്ങ് പോരട്ടെ. തന്നെ പോലെ ആവേ ചെയ്യരുത്. കുറച്ചുകൂടി ഒക്കെ വേണം. അങ്ങനെ ഓരോന്നോരോന്നായി പറയുന്നതിനേക്കാൾ നല്ലത് ഒറ്റ വാക്കിൽ പറയുന്നതാ. തന്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മുടെ കിരൺ ചേട്ടനില്ലേ, അതുപോലൊരാളാണ് എന്റെ സ്വപ്നത്തിലുള്ളത്. എന്താവാൻ, നമ്മൾ സംശയിച്ചതെല്ലാം ശരിയാണ്. ആ സമയത്ത് മഹാദേവൻ ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് തിരികെ വന്നതിന് ശേഷമാണ് അയാൾ ഇവിടെ നിന്ന് കല്യാണം കഴിച്ചത്.
മഹാദേവൻ അങ്കിള് തന്നെയാണ് കിരണിന്റെ അച്ഛൻ. അതെ. മോളെ, നമുക്ക് ഈ കാര്യം കിരണോട് പറഞ്ഞാലോ? ഏയ്, വേണ്ട, ഇപ്പൊ പറയണ്ട. അതെന്ത്? ഞാനിതൊരിക്കൽ കിരണിനോട് സംസാരിച്ചതാ. അന്ന് കിരൺ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടാൻ കുട്ടേട്ടനെ കൊണ്ട് അന്വേഷിപ്പിച്ചത്. ഈ സത്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ കിരൺ എത്താതെ നമ്മളിത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം ഇതറിഞ്ഞാ മതി. സമയമാവുമ്പോ നമുക്ക് കിരണിനോട് പറയാം. എന്നാ ശരി, അങ്ങനെ ആവട്ടെ. ഞാൻ അങ്ങോട്ട്. അയ്യോ, സോറി. കുട്ടേട്ടാ, എന്തായി കാണിക്കുന്നേ? സോറി മോളെ, നമ്മൾ ഈ ആഫീസർമാരുടെ അടുത്ത് പോകുമ്പോഴേ സല്യൂട്ട് ചെയ്ത് ശീലിച്ചോ ഇല്ലേ, അതുകൊണ്ടാ. മാറിക്കോളെ. ശരി, ഇനി ഇത് ഇല്ല, ആവർത്തിക്കാൻ മതി. ശരി പോട്ടെ.